Good morning, students. Excel നമ്മൾ വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡാറ്റാബേസ് ഫങ്ഷൻ. ഡാറ്റാബേസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 or 3 ഫങ്ഷൻസ് എക്സൽ ഷീറ്റിൽ അവൈലബിൾ ആണ്. ദെൻ നമ്മൾ അതിന് മുമ്പ് അറിയേണ്ടത് വാട്ട് ഈസ് ഡാറ്റാബേസ്. Database means set of data performing such operations like addition, average, count, like operations. ഇപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സെറ്റ് ഓഫ് ഡാറ്റയാണ്, കളക്ഷൻ ഓഫ് ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റാബേസ്. അതിൽ നമുക്ക് എക്സലിൽ നമ്മൾ ഡാറ്റാബേസ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്നത് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ്. സമ്മ് കണ്ടുപിടിക്കാൻ, ആവറേജ്, കൗണ്ട്, മാക്സിമം, മിനിമം അങ്ങനെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. The Excel database functions are designed to help you to work within a database, that is number of organized data records stored in Excel. Database function performs basic calculations such as sum, average, count, etc. But they also use criteria arguments that allow you to only perform the calculation of a specified subset of the records in your database. Other records in the database are ignored. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നോർമലി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് സമ്മ്, ആവറേജ്, കൗണ്ട്, മിന്ന്, മാക്സ് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ഡി ആവറേജ്. ദ എക്സൽ ഡി ആവറേജ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ദ ആവറേജ് ഓഫ് വാല്യൂസ് ഇൻ എ ഫീൽഡ് ഇൻ എ ഡാറ്റാബേസ് ഫോർ സെലക്ടഡ് റെക്കോർഡ്സ് ദാറ്റ് സാറ്റിസ്ഫൈ യുവർ യൂസർ സ്പെസിഫൈഡ് ക്രൈറ്റീരിയ. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ വെച്ച് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്പർ ഓഫ് വാല്യൂസ് വേണം. നമ്പർ ഓഫ് വാല്യൂസിന്റെ ആവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഡാറ്റാബേസിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്നതിനാണ് ഡി ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് ആണ് ഡി ആവറേജ് ഡാറ്റാബേസ് ഫീൽഡ് ക്രൈറ്റീരിയ. ഡി ആവറേജ് എന്നുള്ളതാണ് ഫംഗ്ഷൻ. അത് അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ദെൻ നമ്മൾ അതിന്റെ ഡാറ്റാബേസ് ഉണ്ട്, ഫീൽഡ്, ഡാറ്റാബേസിന്റെ നെയിം, ഫീൽഡ്, then criteria means particular condition, where the arguments are database, a range of cells containing the database. The top of the database should specify the field names. നമുക്ക് ഡാറ്റാബേസിന്റെ ഒരു നെയിം ഉണ്ടാവും. ആ ടോപ്പ് റോ ഓഫ് ദ ഡാറ്റാബേസ് ആണ് നമ്മൾ ഫീൽഡ് നെയിം ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീൽഡ് മീൻസ് കോളം വിത്തിൻ ദ ഡാറ്റാബേസ് ഫോർ വിച്ച് ആവറേജ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കോളംസ് ഏതാണോ അതാണ് ഫീൽഡ്സ് എന്ന് പറയാം. ദിസ് ക്യാൻ എയ്തർ ബി ഫീൽഡ് നമ്പർ ഓർ ക്യാൻ ബി ഫീൽഡ് നെയിം. ദാറ്റ് ഈസ് ഹെഡർ in the top row of the database encased in quotes, that is double quotesൽ നമ്മൾ ഏരിയാന്നോ ക്വാർട്ടർന്നോ അങ്ങനെ എന്തെങ്കിലും മീൻ ചെയ്തിട്ടുണ്ടാവും. അതൊരു ഫീൽഡ് നമ്പർ ആവാം അല്ലെങ്കിൽ ഫീൽഡ് നെയിം ആവാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ range of cell that contain the criteria, that is to specify which record should be included in the calculation. നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഇപ്പൊ പർട്ടിക്കുലർ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു കൊടുക്കും. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1000-ൽ കൂടുതലായിട്ടുള്ളവരുടെ പീപ്പിൾസിന്റെ എത്ര പേരുണ്ടോ അവരുടെ ഒരു ആവറേജ് ആണ് കാണേണ്ടത്. അല്ലെങ്കിൽ 10,000-ൽ കൂടുതൽ പർട്ടിക്കുലർ ക്രൈറ്റീരിയ നമ്മൾ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ക്രൈറ്റീരിയ എന്ന് പറയുക. The range can include one or more criteria which are presented as a field name in one cell and the condition for that field in the cell below. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഫീൽഡ് നെയിം ഉള്ള ഒരു സെല്ലിനാണ് നമുക്ക് കണ്ടീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നോ അതിൽ കൂടുതലുള്ള ആ റേഞ്ച് ഓഫ് സെൽസ് ആണ് നമ്മൾ കണ്ടീഷനായിട്ട് പറഞ്ഞു കൊടുക്കുക. The next one എന്ന് പറയുന്നത് decount. The Excel decount function returns the number of cells containing numeric values in a field of database for selected records only. നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി എത്ര നമ്പർ ഓഫ് സെൽസ് ന്യൂമറിക് വാല്യൂസിലുള്ള എത്ര നമ്പർ ഓഫ് സെൽസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ decount എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് സെയിം തന്നെയാണ്. decount എന്ന് കൊടുക്കുക, ദെൻ ഡാറ്റാബേസ്, ഫീൽഡ്, ക്രൈറ്റീരിയ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിമാക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ in the field in a database for a selected record only. നമുക്ക് സെലക്ട് ചെയ്ത റെക്കോർഡിന്റെ പർട്ടിക്കുലർ വാല്യൂ, മാക്സിമം വാല്യൂ എത്രയാണോ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ, ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിമാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് ഡിമാക്സ്. ഇപ്പൊ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഏതാണോ അത് മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. അതിനുള്ളിൽ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്ന ഡാറ്റാബേസ്, ഫീൽഡ്, ക്രൈറ്റീരിയ, ഇത് മൂന്നും സെയിം ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഡിമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ കഴിയുമ്പോൾ മിനിമം ഉണ്ട്. മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ഡിമിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഡിമിൻ, ഡാറ്റാബേസ്, ഫീൽഡ്, ക്രൈറ്റീരിയ. ദെൻ ലാസ്റ്റ് ഡാറ്റാബേസ് ഫംഗ്ഷൻ ആണ് ഡിസം. നമുക്ക് ഡാറ്റാബേസിന്റെ ഫീൽഡുകളുടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. ദ ഡിസം
Excel dsum function calculate the sum of field in a database for selected records that satisfy user specified criteria. ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ കൊടുത്ത് അതിലുള്ള ഏതൊക്കെ ഫീൽഡ്സിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് dsum. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് dsum, then ഡാറ്റാബേസ്, ഫീൽഡ്, ക്രൈറ്റീരിയ. അപ്പൊ ഇത്രയും ഡാറ്റാബേസ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഡി കൗണ്ട്, ഡി ആവറേജ്, then dmin, dmax, dsum. 5 different types of database functions ആണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. ഓക്കെ, then നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആൻഡ്, ഓർ, നോട്ട് ഓപ്പറേറ്റർ. കമ്പ്യൂട്ടറിന്റെ ലോജിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻഡ്, ഓർ, നോട്ട്, ദെൻ ഒരു എക്സോർ ഓപ്പറേറ്റർ ഉണ്ട്. അതുപോലെ കുറെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ലോജിക്കലി നമ്മൾ ഇതിൽ ചെയ്യുന്ന 4 ഫംഗ്ഷൻസ് ആണ് ആൻഡ്, ഓർ, നോട്ട് എന്നുള്ളത്. ഈ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ലോജിക്കൽ ഫംഗ്ഷൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് either ട്രൂ ഓർ ഫോൾസ്, ഈ 2 വാല്യൂസ് മാത്രമാണ് നമുക്ക് വരുള്ളൂ. നമ്മൾ ഇത് കൊടുക്കുവാണെങ്കിൽ ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻഡ് റിട്ടേൺസ് ട്രൂ ഇഫ് ഓൾ ദ ആർഗ്യുമെന്റ്സ് ഇവാലുവേറ്റ് ടു ട്രൂ. നമ്മളിപ്പോ ഒരു കേസ് പറയുമ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇതും വേണം അതും വേണം, രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ്, രണ്ടും കൂടെ ട്രൂ ആവുമ്പോഴാണ് റിസൾട്ട് ട്രൂ ആവുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടീഷൻ പറയണം ഈക്വൽ ആൻഡ് A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, ദെൻ B2 ലെസ് ദാൻ 5. അപ്പൊ ഈ 2 കണ്ടീഷൻ കൊടുത്തിട്ട് ഈ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രം നമ്മളുടെ റിസൾട്ട് ട്രൂ ആവും. ഏതെങ്കിലും ഒരു കേസ് തെറ്റായി കഴിഞ്ഞാൽ, ഫോൾസ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ദെൻ ഓർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ട്രൂ ഇഫ് എനി ആർഗ്യുമെന്റ് ഇവാലുവേറ്റ്സ് ട്രൂ. ഓർ ആണ്, അപ്പൊ നമ്മൾ A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഓർ B2 ലെസ് ദാൻ 5, ഈ കണ്ടീഷൻ കൊടുത്തതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ട് ട്രൂ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് 2 കണ്ടീഷനും ട്രൂ ആവണമെന്നില്ല, 2 കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ എൻ്റെ റിസൾട്ട് ഫോൾസ് ആവുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ എക്സോർ. എക്സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഓർ എന്നാണ് പറയുക. നമ്മൾ 2 കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഈ 2 കണ്ടീഷനും ട്രൂ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നോർമലി നമുക്ക് ട്രൂ എന്നുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ നമുക്ക് റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു കണ്ടീഷൻ neither of the condition is met or both conditions are met, then the formula returns false. അതായത് 2 കണ്ടീഷനും ട്രൂ ആണെങ്കിലും 2 കണ്ടീഷനും ഫോൾസ് ആണെങ്കിലും റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഈ കേസിൽ ട്രൂ ആവുന്നുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ നോട്ട് ഓപ്പറേറ്റർ. നോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് ദ റിവേഴ്സ്ഡ് ലോജിക്കൽ വാല്യൂ ഓഫ് ഇറ്റ്സ് ആർഗ്യുമെന്റ്. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്ന് കൊടുക്കുന്നു, നോട്ട് അല്ലെങ്കിൽ, അപ്പൊ ആ ഫോർമുല റിട്ടേൺ ചെയ്യുന്നു. അതായത് നമുക്ക് 10ലും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമാണ് ഇതിൽ ട്രൂ ആവുള്ളൂ, അല്ലാത്ത കേസിൽ ഫോൾസ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ചാർട്ട്. ചാർട്ടുകൾ നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് ചാർട്ടുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ചാർട്ട് മീൻസ് നമുക്കറിയാം സീരീസ് ഓഫ് ന്യൂമറിക് ഡാറ്റാസ് ഒരു ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഡിഫറെന്റ് സീരീസ് ഓഫ് ഡാറ്റേനെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിച്ചിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ചാർട്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ചാർട്ടുകൾ എക്സൽ ഷീറ്റിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ടു ക്രിയേറ്റ് എ ചാർട്ട് ഇൻ എക്സൽ യു സ്റ്റാർട്ട് എൻ്ററിംഗ് ബൈ ദ ന്യൂമറിക് ഡാറ്റ ഫോർ ദ ചാർട്ട് ഓൺ എ വർക്ക്ഷീറ്റ്. ആദ്യം നമ്മൾ അതിൽ കുറച്ച് ന്യൂമറിക് വാല്യൂസ് എൻ്റർ ചെയ്ത് വെക്കണം. ദെൻ നമുക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അതിൽ ചാർട്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Alt F1 പ്രസ് ചെയ്താലും നമുക്ക് കോളം ചാർട്ട് കിട്ടും. അപ്പൊ അതിനുള്ള സ്റ്റെപ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു ഇൻസേർട്ട് എ ചാർട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് എൻ്റർ, ഇതിപ്പോൾ എക്സൽ ഷീറ്റ് ആണ്, അതിൽ ഞാൻ കുറച്ച് വാല്യൂസ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള നെയിംസ്, ദെൻ 2000, 2001, 2002 3 ഇയറിലെ കുറച്ച് വാല്യൂസ് ABC വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഒരു മാർക്കറ്റിംഗ് റേറ്റുകൾ, പ്രൊഡക്റ്റിന്റെ റേറ്റ്, അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ന്യൂമറിക് വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് വെക്കുക. ദെൻ നമ്മളുടെ സ്റ്റെപ്സ് പറയുന്നത് സെലക്ട് ദ സെൽസ് യു വാണ്ട് ടു ചാർട്ട് ഇൻക്ലൂഡിംഗ് കോളം, ടൈറ്റിൽസ് ആൻഡ് റോ ലേബൽസ്. These cells will be source data for the chart. In our example, we will select cells A1 to F6. ഇപ്പൊ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൽ 2008, 9, 10, 11, 12 വരെയുള്ള 5 ഇയേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അത് വെച്ചിട്ട് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. ദെൻ അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഏരിയ സെലക്ട് ചെയ്യാണ്. ഏരിയ ഞാൻ സെലക്ട് ചെയ്തു. ദെൻ നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബില് റെക്കമെൻഡഡ് ചാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചാർട്ടുകൾ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് കോളം ഓർ ബാർ ചാർട്ട്, ദെൻ വേറെ രീതിയിലുള്ള ചാർട്ടുകളൊക്കെ ഉണ്ട്. ഇൻസേർട്ട് കോളം ഓർ ബാർ ചാർട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഞാനൊരു 2D കോളം സെലക്ട് ചെയ്യുന്നു. ആ 2D കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈറ്റിൽ
വെച്ചിട്ട് നമുക്കൊരു ചാർട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ജനറലിൽ എത്ര വാല്യൂസ് എങ്ങനെയൊക്കെയാണ് സീരീസ് 1 വന്നത്, സീരീസ് 2, സീരീസ് 3, ഇതിന്റെ കറസ്പോണ്ടിങ് ഒരു ചാർട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിന് നമ്മൾ ചെയ്തത് ഇൻസേർട്ട് ടാബിൽ ചാർട്ട് കമാൻഡ് സെലക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ കോളമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ കോളം വെച്ചിട്ടുള്ള ചാർട്ട് ടൈപ്പ് ആയിരിക്കും വരിക. നമുക്ക് ഏത് വേണമെങ്കിലും 2D കോളം എന്നുള്ളതാണ് ഞാൻ കൊടുത്തത്. അതുപോലെ ഏത് ടൈപ്പാണ് 3D കോളം വേണം, അങ്ങനെ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ സെലക്ടഡ് ചാർട്ട് ഇവിടെ അപ്പിയർ ആയിട്ട് വന്നോളൂ. ഇതിന്റെ കറസ്പോണ്ടിങ് സെലക്ടഡ് ചാർട്ട് ആ റേഞ്ചിലുള്ള വാല്യൂസ് അപ്പിയർ ആയിട്ട് വരും. ദെൻ നമുക്ക് ഇത് പറ്റില്ല, നമ്മുടെ ടൈപ്പ് ഓഫ് ചാർട്ട് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെക്കമെൻഡഡ് ചാർട്ട് ഉണ്ട്. റെക്കമെൻഡഡ് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ റെക്കമെൻഡഡ് ചാർട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പർട്ടിക്കുലർ ഏതെങ്കിലും ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ചാർട്ട് നമുക്ക് അവിടെ കൊടുക്കാം. ദെൻ നമുക്ക് ചാർട്ട് ടൈപ്പ് മാറ്റണം. ഇതിപ്പോ നമ്മൾ കോളം ആണ് കൊടുത്തത്. ഇനി നമുക്ക് ചേഞ്ച് ചാർട്ട് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ലൈൻ ഉണ്ട്. ലൈൻ വെച്ചിട്ടുള്ള നമുക്ക് ചാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി, ഓക്കെ കൊടുത്താൽ മതി. അപ്പൊ ലൈൻ വെച്ചിട്ടുള്ള ചാർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഏത് പർട്ടിക്കുലർ ഇത് വേണോ നമുക്ക് ചേഞ്ച് ചാർട്ട് ടൈപ്പ് കൊടുക്കാം. ചാർട്ട് ടൈപ്പിൽ ഏതാണോ ചെയ്യേണ്ടത് ആ ചാർട്ട് ടൈപ്പിന്റെ ചേഞ്ച് നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ ലൈൻ ചേഞ്ച് ചാർട്ട് ടൈപ്പ് എടുത്തു, അതിൽ ലേഔട്ട് ലൈൻ എന്നുള്ള ചാർട്ട് എടുത്ത് ഓക്കെ അടിച്ചപ്പോൾ അത് വന്നു. ദെൻ നമുക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ വർക്ക് ഷീറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതിന് നമ്മൾ ചാർട്ട് ക്ലിക്ക് ചെയ്യാം. ഡിസൈൻ മൂവ് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ കാണിക്കാം. ഇതില് മൂവ് ചാർട്ട് ലൊക്കേഷൻ ഉണ്ട്. മൂവ് ചാർട്ട് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ഒരു ചാർട്ടിലേക്ക്, ഇപ്പൊ ചാർട്ട് 2 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ആ ചാർട്ട് 2 നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ചാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചാർട്ട് കിടക്കുന്നുണ്ട്. ആ ചാർട്ട് ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര ഇത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്റ്റെപ്സുകൾ ഇത്രയേ ഉള്ളൂ. ഓരോ ഇതിൽ നിന്ന് നമ്മൾ കറസ്പോണ്ടിങ് ചാർട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ മൂവ് ചാർട്ട് എടുക്കുക, ദെൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചാർട്ട് ടൈപ്പ്, അങ്ങനെ പർട്ടിക്കുലർ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പൈവോട്ട് ടേബിൾ ആണ്. പൈവോട്ട് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് ഒരു സമ്മറി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ പൈവോട്ട് ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഡാറ്റാബേസിൽ നിന്നുള്ള വാല്യൂസ് ഒക്കെയാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറ്. ഇൻസേർട്ട് ടാബ് പൈവോട്ട് ടേബിൾ ഡ്രോപ്പ് ഡൗൺ, അതിലാണ് പൈവോട്ട് ടേബിൾ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നത്. അതിവിടെ കാണിച്ചിട്ട് തരാം. നമ്മൾ സെലക്ട് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഏരിയ വാല്യൂ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ പൈവോട്ട് ചാർട്ട് ഉണ്ട്. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ പൈവോട്ട് ചാർട്ട് കിട്ടും. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പൈവോട്ട് ചാർട്ടിൽ നമുക്ക് ഒരു ടേബിൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ ചാർട്ട് 1 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പർട്ടിക്കുലർ വാല്യൂസ് ഏതൊക്കെ വാല്യൂസ് വേണം അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ചാർട്ട് റെപ്രസെന്റേഷനും അതിന്റെ ഒരു വാല്യൂസ് എൻ്റർ ചെയ്ത ഒരു ടേബിൾ ആയിട്ടും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിനാണ് നമ്മൾ പൈവോട്ട് ചാർട്ട് യൂസ് ചെയ്യുന്നത്. അത് ഇൻസേർട്ട് ടാബിൽ പൈവോട്ട് ടേബിൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ സെലക്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ദെൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഫീൽഡുകൾ ഇവിടെ സൈഡിൽ കിട്ടും. ആ ഫീൽഡുകൾ ഏതൊക്കെ വേണോ അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഈ കാര്യങ്ങൾ ടിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഇവിടെ വരും. അത് വെച്ചിട്ട് നമുക്ക് പൈവോട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. പൈവോട്ട് ചാർട്ടും ഉണ്ട്, പൈവോട്ട് ടേബിളും ഉണ്ട്. ടേബിളും ചാർട്ടും ഇതുപോലെ തന്നെയാണ്. ഇൻസേർട്ട് ടാബിൽ പൈവോട്ട് ചാർട്ട് ആണെങ്കിൽ പൈവോട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പൈവോട്ട് ടേബിൾ ആണെങ്കിൽ പൈവോട്ട് ടേബിളും ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റെപ്പുകളൊക്കെ സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവും. പൈവോട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്യുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ഇൻസേർട്ട് എന്നുള്ള കീ പ്രസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ പൈവോട്ട് ചാർട്ടും പൈവോട്ട് ടേബിളും കിട്ടും. ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് ഡാറ്റ ഇൻ മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്. മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്സിൽ ഡാറ്റ കൺസോളിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ 2 വർക്ക്ഷീറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ 2 ഡാറ്റാസും കമ്പൈൻ ചെയ്ത് ഒറ്റ ഷീറ്റിലേക്ക് ആക്കുന്നു. അത് നമുക്ക് 2 രീതിയിൽ പെർഫോം ചെയ്യാം. കൺസോളിഡേറ്റ് ഡാറ്റ ബൈ കാറ്റഗറി, അതുപോലെ തന്നെ ബൈ പൊസിഷൻ. ബൈ കാറ്റഗറി ആണ് നമ്മളിപ്പോൾ കണ്ടത്. പൈവോട്ട് ടേബിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസിലേക്ക് കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ വെച്ചിട്ടും കൺസോളിഡേറ്റ് ചെയ്യാം. ഇപ്പൊ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. If you have it already, then each worksheet that contains the data you want to consolidate, set up your data by doing the following. ആദ്യം നമ്മൾ ആ പർട്ടിക്കുലർ സെല്ല് എത്ര റേഞ്ചിലുള്ള സെല്ലാണോ നമുക്കുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ ഓരോ റേഞ്ചിലുള്ള സെൽസും വർക്ക്ഷീറ്റ് അതിന്റെ സെപ്പറേറ്റ് വർക്ക്ഷീറ്റുകൾ നമ്മൾ അതിലേക്ക് പുട്ട് ചെയ്യാം. ദെൻ ഈച്ച് റേഞ്ച് ഹാസ് സെയിം ലേഔട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 3 സ്റ്റെപ്പാണ് ആദ്യത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് റേഞ്ച് ഓഫ് ഡാറ്റ ഈസ് ഇൻ ലിസ്റ്റ് ഫോർമാറ്റ് സോ ദാറ്റ് ഈച്ച് കോളം ഹാസ് എ ലേബൽ ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് കണ്ടെയ്ൻ സിമിലർ ഡാറ്റ ആൻഡ് ദർ ആർ നോ ബ്ലാങ്ക്സ് റോസ് ഓർ കോളം വിത്തിൻ ദ ലിസ്റ്റ്. നമുക്ക് ബ്ലാങ്ക് റോയും ബ്ലാങ്ക് കോളം ഒന്നും പാടില്ല. ഓരോ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഡാറ്റയിലും വാല്യൂസ് വേണം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അങ്ങനെ എത്ര ഷീറ്റ് ഉണ്ടോ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. തേർഡ് വൺ എന്ന് പറയുന്നത് സെയിം ലേഔട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക.
ദെൻ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് മാസ്റ്റർ വർക്ക്ഷീറ്റിൽ അപ്പർ ലെഫ്റ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഡാറ്റേനെ കൺസോളിഡേറ്റ്